നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 ഫീച്ചറുകളാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗൂഗിൾ മാപ്പിനകത്തുള്ള 5 ഫീച്ചറുകൾ. നമ്മളൊക്കെ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ കൃത്യമായ ലൊക്കേഷൻ അറിയില്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാറുണ്ട്. ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഒഴിച്ചുകൂടാനാകാത്തൊരു സംഭവമാണ്. എന്നാൽ അതിനകത്തുള്ള 5 ഫീച്ചർ നമ്മൾ പരിശോധിക്കുകയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാണ്. ഈ ഗൂഗിൾ മാപ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം സെറ്റിങ്സ് ഒരു ഓപ്ഷൻ, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെറ്റിങ്സ് ഭാഗത്ത് രണ്ടാമത്തെ ഓപ്ഷൻ കാണുന്ന നാവിഗേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനകത്താണ് നമുക്ക് കൂടുതൽ ഫീച്ചറുകളുള്ളത്. ഇത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ വോയിസ് സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഒന്നാമത്തെ ഫീച്ചറാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് നെക്സ്റ്റ്, ലെഫ്റ്റ്, അതുപോലെ തന്നെ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഏത് ഭാഗത്തേക്കാണോ നിങ്ങൾക്ക് തിരിയാനുള്ളത് ആ ഭാഗത്ത് നിങ്ങൾക്ക് ടേൺ ചെയ്യാനുള്ളത് ലെഫ്റ്റ് സൈഡിലേക്കാണോ റൈറ്റ് സൈഡിലേക്കാണോ എന്നൊക്കെ വിളിച്ച് പറയാറുണ്ട്. ഈ വിളിച്ച് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും പലപ്പോഴും. പല ആളുകൾക്കും ഇംഗ്ലീഷിൽ കൃത്യമായി പറയുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് മലയാളത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മലയാളത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇത് വലത്തോട്ട് തിരിയുക, അതുപോലെ തന്നെ ഇടത്തോട്ട് തിരിയുക. നിങ്ങൾ ഏത് ലൊക്കേഷനിലേക്കാണോ ആ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയും. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ വോയിസ് സെലക്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഇംഗ്ലീഷാണുള്ളത്. ഇവിടെ നിങ്ങൾ കുറച്ച് താഴോട്ട് വന്നാൽ ഇവിടെ കാണാം മലയാളം എന്നത്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ മലയാളം കിട്ടും. ഇനി നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മലയാളത്തിലായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫീച്ചർ ഇവിടെ കാണാം, പ്ലേ വോയിസ് ഓവർ ബ്ലൂടൂത്ത് എന്നുള്ള ഓപ്ഷൻ. പലപ്പോഴും നമ്മൾ ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ ബൈക്കിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കും. അപ്പോൾ ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്ന സമയത്തും പ്ലേ വോയിസ് ഓവർ ബ്ലൂടൂത്ത് എന്ന് പറയുമ്പോൾ ബ്ലൂടൂത്ത് വെച്ചാൽ നമുക്ക് അതിൻ്റെ സ്പീക്കർ സൗണ്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചറാണ് പ്ലേ വോയിസ് ഓവർ ബ്ലൂടൂത്ത് എന്നുള്ളത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ബ്ലൂടൂത്തിൽ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ വഴി പറഞ്ഞു തരുന്നത് കേൾക്കേണ്ടതാണെങ്കിൽ അത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇത് ഓൺ ചെയ്താണ് നല്ലത്. നിങ്ങൾ യാത്ര പോകുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ റൂട്ട് തെറ്റാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായി വോയിസ് ഫോളോ അപ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ഇത് എനേബിൾ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ പ്ലേ വോയിസ് ഡ്യൂറിങ് ഫോൺ കാൾ. നമ്മൾ ആർക്കെങ്കിലും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലൊക്കേഷനിലുള്ള ഈ ഒരു ശബ്ദം ഇങ്ങനെ പറയും, വലത്തോട്ട് തിരിയുക, ഇടത്തോട്ട് തിരിയുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സൗണ്ട് നമുക്ക് കേൾക്കുന്നത്, സംസാരിക്കുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ വിളിക്കുന്ന സമയത്ത് ഈ ഗൂഗിൾ മാപ്പിനകത്തുള്ള ഈ ശബ്ദം നമുക്ക് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലേ വോയിസ് ഡ്യൂറിങ് ഫോൺ കാൾ എന്നുള്ളത് ഇത്തരത്തിൽ നിങ്ങളുടെ ഫോണിനകത്ത് ഓൺ ആണെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകില്ല. കോൾ എപ്പോഴാണോ നിങ്ങൾ കട്ട് ചെയ്യുന്നത് അന്ന് ആ സമയം മുതലായിരിക്കും നിങ്ങൾക്ക് പോകേണ്ട റൂട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇനി നാലാമത്തെ ഫീച്ചർ കുറച്ച് താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണാം ഗെറ്റ് അലേർട്ട് ഫോർ റിപ്പോർട്ടഡ് ഇൻസിഡൻറ്റ്സ്. നിങ്ങൾ യാത്ര പോകുന്ന ആ റോഡിൽ എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊരു ക്രഷ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ നിങ്ങൾക്ക് അലേർട്ട് വരും. നിങ്ങളിപ്പോൾ പോകുന്ന യാത്ര ആ റോഡ് കുറച്ച് തിരക്കാണ്, അല്ലെങ്കിൽ അത് ബ്ലോക്കാണ്, അതിനകത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഗെറ്റ് അലേർട്ട്സ് ഫോർ റിപ്പോർട്ടഡ് ഇൻസിഡൻസ് എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ യാത്ര പോകുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് യാത്രയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് പറഞ്ഞു തരും. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പരിശോധിക്കുന്ന ഫീച്ചർ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ അവോയ്ഡ് ടോൾ റോഡ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ടോളുകളുള്ള റോഡുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടുള്ള റൂട്ടായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പലപ്പോഴും നമ്മൾ എവിടേക്കും യാത്ര പോകുമ്പോൾ ടോൾ പ്ലാസകൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ പണം കൊടുത്ത് ഗേറ്റ് കടക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഈ പണം കൊടുക്കേണ്ട ടോളുകൾ ഇല്ലാതെ അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഉള്ള യാത്ര റോഡ് ഏതാണെങ്കിൽ അത് കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരും. അതുകൂടെ എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. ഇത്തരം 5 ഫീച്ചറാണ് നമ്മൾ പരിശോധിച്ചത്. ഒരുപാട് ഫീച്ചർ ഇതിനകത്ത് ലഭ്യമാണ്. നമുക്ക് ആവശ്യമാണെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് മറ്റു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.